അടുത്തത് നമുക്ക് ഇമെയിൽ ലിങ്ക്, അതുപോലെ തന്നെ ടെലിഫോൺ ലിങ്ക്, ഇവ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാം. ഒരു ഇമെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആംഗിൾ ബ്രാക്കറ്റിൽ AHREF എന്ന് കൊടുത്ത ശേഷം ഡബിൾ കോട്ട്സിൽ മെയിൽ ടു എന്ന കീവേഡ് കൊടുക്കുക. ഫുൾ കോളൻ കഴിഞ്ഞ ശേഷം ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ മെയിൽ പോകേണ്ടത് ആ മെയിൽ ഐ ഡി കോഡ്സിൽ നമ്മൾ കൊടുക്കുക. ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്ത് മെസ്സേജാണോ നമുക്ക് ഹൈപ്പർ ലിങ്കായിട്ട്, അതായത് ലിങ്കായിട്ട് കാണിക്കേണ്ടത്, ആ മെസ്സേജാണ് പിന്നീട് കൊടുക്കേണ്ടത്. അതിനുശേഷം /A ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് അതിൻ്റെ നോർമൽ സിൻടാക്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. താഴെ അതിൻ്റെ എക്സാമ്പിൾ കാണാൻ പറ്റും. ആംഗിൾ ബ്രാക്കറ്റിൽ A സ്റ്റാർട്ട് ചെയ്തു, HREF, മെയിൽ ടു എന്നുള്ളത് കീവേഡാണ്, മെയിൽ ടു ഫുൾ കോളൻ. അതിനുശേഷം ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ നമുക്ക് മെയിൽ അയക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് info@example.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയാണ്. നമ്മുടെ Gmail ഐ ഡി ഉണ്ടെങ്കിൽ ആ Gmail ഐ ഡി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് മെസ്സേജായിട്ട് വരേണ്ടത് email എന്ന് പറയുന്ന ഒരു മെസ്സേജായിട്ട് നമുക്ക് കാണിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ email എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തു. അവിടെ ആംഗിൾ ബ്രാക്കറ്റ് A ക്ലോസ് ചെയ്യുന്നു. ഇതാണ് എക്സാമ്പിൾ. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇമെയിൽ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് സ്ക്രീൻ കാണാൻ പറ്റുന്നത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ ബോക്സ് ഓപ്പൺ ആകുകയും അവിടേക്ക് നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ലിങ്കാണ് ടെലിഫോൺ ലിങ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ കോൾ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ആ ലിങ്കിലേക്കുള്ള കോള് വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആംഗിൾ ബ്രാക്കറ്റിൽ A കൊടുത്ത ശേഷം HREF എന്ന് കൊടുക്കുക. TL ഫുൾ കോളൻ കൊടുത്ത ശേഷം കൺട്രി സോൺ കോഡ് കൊടുക്കുക. കൺട്രിയുടെ കോഡ് ഇവിടെ ഇന്ത്യ എന്നുള്ളതിന് +91 എന്നാണ്. അതിനുശേഷം ഏത് നമ്പറിലേക്കാണോ കോൾ പോകേണ്ടത് ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കോഡ്സ് ക്ലോസ് ചെയ്യുക, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്താണ് ലിങ്കായി മെസ്സേജ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് പിന്നീട് ടൈപ്പ് ചെയ്യേണ്ടത്. അത് കോളേഴ്സ് എന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിന് പകരം നമുക്ക് ഏതെങ്കിലും മെസ്സേജ് വേണമെങ്കിലും എന്ത് മെസ്സേജ് വേണമെങ്കിലും ആ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് ഇതുപോലെ തന്നെ ആംഗിൾ ബ്രാക്കറ്റിൽ A സ്റ്റാർട്ട് ചെയ്തു, HREF, കോഡ്സിൽ TL +91 കൺട്രി കോഡ്. അതിനുശേഷം ഏത് നമ്പറിലേക്കാണ് കോഡ് പോകേണ്ടത് ആ നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ്സിൽ കൊടുക്കുക, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്താണോ മെസ്സേജ് ഡിസ്പ്ലേ ലിങ്കായിട്ട് വരേണ്ടത് ഇവിടെ കോളേഴ്സ് എന്നാണ് കൊടുക്കുന്നത്. ആംഗിൾ ബ്രാക്കറ്റിൽ A കൊടുത്ത് ക്ലോസ് ചെയ്തു. ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ വെബ് പേജ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോളേഴ്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണുകയും അതൊരു ഹൈപ്പർ ലിങ്കായിട്ട് വർക്ക് ചെയ്യും. ഹൈപ്പർ ലിങ്ക് എന്ന് വെച്ചാൽ അത് ലിങ്കായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതായത് ആ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോള് ക്രിയേറ്റ് ആകും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പുതിയ 2 കാര്യങ്ങൾ. ഒന്ന് ഇമെയിൽ ലിങ്കും, 2 ടെലിഫോൺ ലിങ്കും. ഇത് നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.